വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഇവരുടെ ആദ്യത്തെ അച്ഛനായിട്ടുള്ള മേക്കപ്പ് പോവാണ് നമ്മൾ രാവിലെ. മണിസൊന്നും പോയില്ല, രാവിലെ എഴുന്നേറ്റാണ് അതിന് ഷോപ്പാണ് ഫേസിൽ കാണുന്നത്. രാവിലെ തന്നെ ബ്രൈഡിന് പോകുന്നതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുണ്ടായിരുന്നു. നമ്മളാരും ചായയൊന്നും കുടിക്കാണ്ട് രാവിലെ റെഡിയായി വന്ന്. അപ്പോൾ അതുകൊണ്ട് കോഫി കുടിച്ചിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിവിടെ നിന്നൊരു കോഫി കുടിച്ചായിരുന്നു 3 പേരും. നമുക്ക് പോകാനുള്ള ബസ് ചോദിക്കുമായിരുന്നു ആക്ച്വലി ഒരു സ്റ്റുഡൻറ്റ്. അപ്പോൾ അതാ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഫൈനലി കുറേ നേരം നിന്ന് കഴിഞ്ഞതിന് ശേഷം ബസ് കിട്ടിയായിരുന്നു. അപ്പോഴത്തേക്കും തമിഴ്നാടിൻ്റെ ബസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അറിയാമല്ലോ, എപ്പോഴും പണ്ടത്തെ തമിഴ് പാട്ടായിരിക്കും. അപ്പം കോകിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ട് കേട്ടാൽ അപ്പം അവിടെ ചത്ത് വീഴും ഗൈസ്. അല്ലെങ്കിൽ കൂടെ പാടുക, ഡാൻസ് എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഒന്നത്തെ കാര്യം തന്നെ ഇങ്ങനത്തെ പ്ലേസിലൊക്കെ പോയി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാത്രമല്ല നമ്മുടെ അവിടുത്തെ പോലെ നമ്മുടെ സിറ്റി ആകുമ്പോഴത്തേക്കും ഫുള്ള് ബിൽഡിങ്സ് അങ്ങനെയൊക്കെയാണ്. ഇവിടെ ഫുള്ള് രാവിലത്തെ ആ മോർണിംഗ് വൈബ് തന്നെ സെറ്റാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ നമ്മൾ കുറേ വീഡിയോസൊക്കെ എടുത്തായിരുന്നു, കാരണം പ്ലേസും കൊള്ളായിരുന്നു. ഇതൊന്നും എടുക്കണമെന്ന് വിചാരിച്ചല്ല, പക്ഷേ എടുത്തു പോയതാണ്. നമ്മളിപ്പോൾ ഫോണിൽ എടുക്കുന്നുണ്ട് അത്ര ക്ലാരിറ്റി ഇല്ല, എന്നാലും പക്ഷെ നേരിടണം നല്ല ഭംഗിയായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നത്തെ കാര്യം പറഞ്ഞാൽ രണ്ടാമത്തെ കാര്യമാണല്ലോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും വ്യവസായം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ള പ്ലേസാണ് ഇവിടെ. അപ്പോൾ അധികവും രണ്ട് സൈഡും ഭയങ്കര ഇതുപോലത്തെ പ്ലേസും നടുക്ക് റോഡും അങ്ങനെയാണ്. അപ്പോൾ കാണാൻ തന്നെ നല്ല വൈബ് ഉണ്ടായിരുന്നു. ഭയങ്കര രാവിലെ ആയതുകൊണ്ട് തന്നെ ആ ഒരു സൺലൈറ്റൊക്കെ നല്ലോണം അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇതുമല്ല, ഇതിൻ്റെ അപ്പുറം പ്ലേസ് ഉണ്ടായിരുന്നു. നമ്മളെ ഫോണിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കുറേയൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എടുത്ത ക്ലിപ്സ് തന്നെ ഇപ്പോൾ ഇതിൻ്റെ തന്നെ ക്ലിപ്സ് തന്നെ കോഗ്ലയുടെ ഫോണിൽ എടുത്തിട്ട് ഞാൻ ജോയിൻ ചെയ്യുന്നതാണ്. കാരണം നമ്മൾ ഈ ഫീൽഡിലാകുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ ഫുള്ളാവും മെമ്മറീസ്. അപ്പോൾ നമ്മൾ ക്യാമറയിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ MB അധികം ആയതുകൊണ്ട് പിന്നെ ഫോണിൽ തന്നെ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോണിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവസാനം നമ്മൾ അവിടെ തന്നെ എത്തി ഗൈസ്. നമ്മൾ സ്ഥലം എത്തി. അപ്പോൾ ഇവിടെ ഒരു ബസ് നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഇറങ്ങിയ ബസ്സിൻ്റെ ബാക്ക് നോക്കിയപ്പോഴത്തേക്ക് കുറേ തക്കോകില തള്ളു. വേറെ ഒന്നുമല്ല ഗൈസ്, കോകിലേനെ കണ്ടിട്ട് ഗൈസ് ഒരു ജോലിയും ചെയ്യാതിരുന്ന സാധനത്തിന് കിട്ടിയ പണിയാണ്. പെട്ടി തൂക്കൂല പോലെ ഇപ്പൊ തൂക്കിപ്പിച്ചല്ല. பாரு guys, பெட்டியை தூக்காம போறாங்க ஆன்ட்டி. Hi, where are you going? പേടിക്കണ്ട, തലയ്ക്ക് സുഖമില്ലാത്തതൊന്നുമല്ല, സുഖമില്ലാത്തതിൽ അഭിനയിക്കുന്നതാണ്. അതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കണ്ട. അവിടെ പാട്ടിട്ടുകൊണ്ട് പാടാൻ റെഡി ആയിട്ടിരിക്കുന്നതാണ് കോയില. അതിൻ്റെ എക്സ്പ്രഷനാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഞാൻ മേക്കപ്പൊക്കെ ഫിനിഷ് ചെയ്തിട്ട് ക്രിമ്പിങ് സെക്ഷൻ കൊടുത്തായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേഗം റെഡി ആവണമായിരുന്നു. കാരണം ബ്രൈഡ് ഭയങ്കര ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ അധികം വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്വസ്റ്റ് ചെയ്തായിരുന്നു എൻ്റെ വീഡിയോസും ഫോട്ടോസും അങ്ങനെ ഇടണ്ടാന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഈ ചെറിയ ക്ലിപ്പായതുകൊണ്ടോ ഞാൻ ആഡ് ചെയ്യുന്നത്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ മേക്കപ്പ് റെഡിയായി നമ്മൾ പിന്നെ പുറത്തിറങ്ങി ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കിയപ്പോൾ നല്ല ലൈറ്റ്സ്, നമ്മൾ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് അറിയാമല്ലോ, ലൈറ്റ്സ് എവിടെയുണ്ടോ അവിടെ നമ്മളുണ്ട്. അങ്ങനെ അതുകൊണ്ട് 2 പട്ടി ഷോയൊക്കെ കാണിക്കാൻ വിചാരിച്ചിട്ട് നമ്മൾ ഓരോ സെൽഫിയൊക്കെ എടുക്കുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും ശ്രദ്ധിക്കുമല്ലോ എന്ന് വിചാരിച്ചായിരുന്നു നമ്മൾ നിന്നത്. പക്ഷേ ചീറ്റിപ്പോയി, ആരും മൈൻഡ് ചെയ്തില്ല ഗൈസ്. ഇതാണ് ബ്രൈഡിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ കൊച്ചിൻ്റെ സാരി ആണെങ്കിൽ അവർ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാരി കൊണ്ടുവരാണ്ട് മറന്നു പോയായിരുന്നു. അങ്ങനെ ഏതൊരു സാരിയുടെ കൂടെ ആ ബ്ലൗസ് വെച്ച് പെയർ ചെയ്താൽ സെറ്റ് ചെയ്തത് നമ്മൾ. മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ ടൈഡ് ആയിട്ടിരിക്കുന്നത്, എല്ലാവരുടെ ഫീസ് വന്ന് ചത്തു കുത്തിയിരിക്കുന്നത്. നീ ഫുഡ് കഴിക്കണം. ഒറിജിനൽ ഓഡിയോ ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് തന്നെ തലവേദനിക്കണം. അപ്പോൾ നിങ്ങൾക്കും അത് തലവേദനിക്കണം വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ ഓൺ വോയിസ് തന്നെ ഇടുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നായിരുന്നു.
അപ്പോൾ ഫസ്റ്റ് ഇലയിട്ട് മെയിൻ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വെഡ്ഡിങ് ആയിരുന്നാലും എൻഗേജ്മെൻ്റ് ആയിരുന്നാലും ഇവർക്ക് നോൺ വെജാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ ആടിൻ്റെ രക്തം വെച്ചിട്ട് എന്തോ ഒരു സംഭവം. നമ്മൾ പോയിട്ട് വന്ന് ഗൈസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. ബൈ.